വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് വേഴ്സസ് കെ മുരളീധരൻ എന്നുള്ള ചിത്രം വ്യക്തമായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന മറ്റൊരു ഊഹോപോഹം, അതൊരു റൂമർ മാത്രമാണ്. BJP അദ്ദേഹത്തിന്റെ സഹോദരി പത്മജയെ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സഹോദരനെ മത്സരിക്കാൻ ആർ ശ്രീലേഖയും കൃഷ്ണകുമാറുമാണ് അവിടെ മറ്റു പരിഗണനയിലുള്ളത്. പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ ഈ പറഞ്ഞതുപോലെ VS ശിവകുമാറും ഒപ്പം ശബരിനാഥിനെയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ശബരിനാഥിനെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ശബരിനാഥൻ ഇത്തവണ അസംബ്ലിയിൽ മത്സരിക്കാൻ ഉണ്ടാവില്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇനി നിയമത്തേക്ക് ഒരു ഫൈറ്റിന് വേണ്ടി ശബരിനാഥനെ ഇടുമോ എന്നറിയത്തില്ല. മറ്റൊന്ന്, CPM ആ മണ്ഡലം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനോട് ജനാധിപത്യ കേരള കോൺഗ്രസിനും ആന്റണി രാജനും കടുത്ത എതിർപ്പാണ്. അദ്ദേഹം ഇപ്പം നാളെ ഞായറാഴ്ച നടക്കുന്ന LDF യോഗത്തിനും അതിനുശേഷം അദ്ദേഹം പറയുന്നത് അയോഗ്യത സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഉള്ളൂ. ഇത് ആർക്ക്? ആന്റണി രാജന് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കില്ല. വേറെ ശക്തമായ മത്സരം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ആ പാർട്ടിക്കകത്ത് ഇല്ലെങ്കിൽ അവർ പകരേന്ദ്രൻ പിള്ളയെ പണ്ട് നേമത്ത് മത്സരിപ്പിച്ചതുപോലെ ഇരിക്കും. പാർട്ടിയുടെ ഒരു സീറ്റ് എന്ന ക്ലെയിം നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സീറ്റ് എന്നുള്ളത് ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും. ഇപ്പോൾ എന്തായാലും LDFും ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഞായറാഴ്ച LDF യോഗം ചേരുന്നു. നാളെ CPIയുടെ നേതൃയോഗമുണ്ട്. മറ്റന്നാൾ ശനിയാഴ്ച CPMന്റെ നേതൃയോഗമുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ഇതിന് പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ അവരുടെ ക്ലെയിം അവർ ഉന്നയിക്കുമ്പോൾ തന്നെ CPM V ശിവൻകുട്ടിയെ താൽക്കാലികമായിട്ട് ഈ മണ്ഡലത്തിന് ചുമതല ഏൽപ്പിച്ച് അവിടെ വികസന ജാഥയൊക്കെ നടത്തി CPM ആ സീറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രതീതി വരുത്തി. ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കുമെന്നാണ്. അവിടെ സ്ഥാനാർത്ഥികളെ തപ്പി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആന്റണി രാജുവിന് പകരക്കാരനായിട്ട് ഒരു സീറ്റ് പോകാനുള്ള സാധ്യതയെ കാണുന്നില്ല. അതിനെ പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ. വട്ടിയൂർക്കാവ് നമുക്ക് കെ മുരളീധരനെ ഉറപ്പിക്കാം. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. അതായത് വട്ടിയൂർക്കാവ് കെ മുരളീധരൻ വരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിജയിപ്പിച്ച സമയത്ത് അത് ഇട്ടിട്ട് നേരെ പോയ ആളാണ്. ഇനിയും ഇവിടെ വട്ടിയൂർക്കാവ് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് പറയുമെന്നാണ് അറിയുന്നത്. ശരിക്കും കെ മുരളീധരന്റെ കൈവെള്ളിൽ ഇരുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലമായിരുന്നു. അതിനെ ശരിക്കും അതിന്റെ ഉത്തരവാദി അദ്ദേഹം അല്ല, കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഒരു MLA-ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? വടകര കിട്ടണമെങ്കിൽ വടകരയ്ക്ക് വണ്ട് കയറിയ ആള് വടകരയും പോയി തൃശ്ശൂരും പോയി അവിടുന്ന് തിരിച്ച് വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ മേയർ ബ്രോ എന്നുള്ള ഒറ്റ പേരിൽ 3-ാം സ്ഥാനത്ത് കടന്നിരുന്ന LDF ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ആണ് അവിടെ ഒന്നാമത്. BJPയുടെ വോട്ട് അതിഭീകരവുമാണ്. അത് മറികടക്കാനായിട്ട് കെ മുരളീധരൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന്, നേമത്ത് നിന്ന് കെ മുരളീധരൻ RSSന് നല്ലൊരു പണി കൊടുത്ത സ്ഥിതിക്ക് ഇവിടുത്തെ BJP വോട്ടുകൾ വളരെ കൃത്യമായിട്ട് ഏകീകരിക്കപ്പെടും. അത് കെ മുരളീധരൻ ഒരിക്കൽ പോലും RSSന്റെ കയ്യിൽ നിന്നോ BJPയുടെ കയ്യിൽ നിന്നോ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ചലിക്കത്തേയില്ല. അങ്ങനെ സ്വിങ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം വട്ടിയൂർക്കാവിൽ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സ്ഥാനാർത്ഥികൾ അത്ര ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളല്ലല്ലോ. ഇപ്പോൾ ആർ ശ്രീലേഖ ആയാലും ശരി, നടൻ കൃഷ്ണകുമാർ ആയാലും ശരി. അപ്പൊ അങ്ങനെ ഒരു ത്രികോണ ശക്തമായ PV രാജേഷ് കഴിഞ്ഞ അവിടെ നിന്നു. അതിന് മുമ്പ് കുമ്മനം രാജശേഖരൻ നിൽക്കുകയും ചെയ്തു. ഇനി ഒരു പക്ഷേ VV രാജേഷ് മേയർ ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല, ഇവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി വരാതിരിക്കത്തില്ല. ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ BJP മണ്ഡലങ്ങളിൽ മണ്ഡലമാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കളാരും പേര് പറഞ്ഞു കേൾക്കുന്നില്ല. ഇപ്പൊ ഒരു 30 പേരുടെ ലിസ്റ്റ് ആയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ കൃഷ്ണകുമാറും നമ്മൾ മറ്റു പേരുകളും ഒക്കെ അവരായിട്ട് അങ്ങ് ആഗ്രഹിച്ചതാണ്, അല്ലാതെ പാർട്ടി ആഗ്രഹിച്ചതല്ല. അങ്ങനെ ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കെ മുരളീധരന് കടുത്ത മത്സരമൊക്കെ നിയമം പോലെ തന്നെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയാൽ അത്ഭുതപ്പെടേണ്ട മണ്ഡലമല്ല വട്ടിയൂർക്കാവ്. ഈ മുരളീധരന്റെ കാര്യം പറയുമ്പോൾ, കെ മുരളീധരന്റെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ പരിശോധിച്ച് നോക്കേണ്ടതാണ് ചരിത്രത്തിൽ മണ്ഡലങ്ങൾ മാറി മാറി, അതുപോലെ തന്നെ നിയമസഭയും ലോക്സഭയും കൂടുതൽ മാറി മാറി മത്സരിച്ച ഒരു നേതാക്കളിൽ ഒരാളാണ്. 11 തവണ മത്സരിച്ചതിനകത്ത് 7 തവണ മന്ത്രിയായിട്ടിരുന്ന് തോറ്റ് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ്. ഞാൻ ഒരു സംശയം, കെ മുരളീധരൻ എങ്ങനെയാണ് ഈ വലിയ ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്നത്? കെ കരുണാകരന്റെ മകനാണ് എന്നുള്ളതല്ലാതെ, KPCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതല്ലാതെ, ഒരേ സമയം NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ മനുഷ്യൻ എന്നുള്ളതല്ലാതെ, ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്ത് 7 തവണ പരാജയപ്പെട്ടു പോയ ഒരാളാണ്. ഒരാൾ മന്ത്രിയായിട്ടിരുന്നിട്ട്
ജയിക്കാൻ പറ്റുന്നില്ല. അതും വടക്കാഞ്ചേരിയിൽ അദ്ദേഹം വടക്കാഞ്ചേരിയിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ അത് ഈ കോൺഗ്രസ് വിഭാഗീയതയുടെ അങ്ങേയറ്റത്ത് പലപ്പോഴും മുരളീധരൻ ഇരയായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ കോൺഗ്രസിൽ അദ്ദേഹം 2001 KPCC പ്രസിഡന്റ് ആയ ആളാണ്. വിഭാഗീയത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ DIC പരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പല നേതാക്കളെക്കാളും മുമ്പേ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ എത്തേണ്ട ആളാണ്. ആളുകളെ ക്യാച്ച് ചെയ്യാനുള്ള ശേഷിയും ലീഡറിൽ ലെഗസിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ മിസ്കാൽക്കുലേഷൻസ് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഈ അവസ്ഥയിൽ. മിസ്കാൽക്കുലേഷൻസും ആകാം, ചില സന്ദർഭത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വഴങ്ങിയത് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ അഭിലാഷ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് അന്ന് ഇതുപോലെ കോൺഗ്രസ് വിട്ടുപോകാൻ തീരുമാനിച്ചു. ഇല്ലായിരുന്നെങ്കിൽ കെ മുരളീധരൻ ഇന്ന് പാർട്ടിയിൽ വേറൊരു നിലയിലായിരുന്നു. അതുപോലെ തന്നെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം വിടേണ്ടി വന്നതും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബ്രേക്കാണ് പിന്നെ ഉണ്ടാക്കിയത്, അതായത് ഒരു ഗ്യാപ്പാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രീയത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളും ഉണ്ടല്ലോ, അതിന്റെയും കൂടി ഇരയാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ. ഇല്ലെങ്കിൽ പണ്ടേ ഒരു മുഖ്യമന്ത്രി പൊസിഷനിലേക്കോ KPCC പ്രസിഡന്റായി കുറച്ചുകൂടി വലിയ പൊസിഷനിലേക്കോ വരേണ്ട ആളാണ്.